ജോണേ, എടാ ജോണേ, ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. ആനന്ദ ഈ നേരത്ത് അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ ഞാൻ മറന്നുപോയി. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകുമെന്ന് പറഞ്ഞു. ഭയങ്കര ആശ്ചര്യ കുട്ടിക്ക്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. ആ കടലിന്റെ ഉള്ളിലേക്ക് കൂടിയൊക്കെ പോയപ്പോ കുട്ടിക്ക് ഭയങ്കര ആശ്ചര്യം. നമ്മുടെ നാട് ഇങ്ങനെ മാറിയല്ലോ. എന്നാണ്. അത്രയും വേണം കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. എനിക്ക് സംശയം, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചിരുന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ കുളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. ആക്കല്ലേ, തൊഴിൽ രഹിതരെ ആക്കല്ലേ, ഇത് മനഃപൂർവ്വമാണ്. അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ എടുത്ത്? അല്ല സലീമിന് അറിയാമല്ലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ, ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. വേറെ ഒരു വാർത്ത വന്നത്, ഒരു വ്യവസായി വരുന്നുണ്ട് കേരളത്തിൽ പണം മുടങ്ങാൻ വേണ്ടിയിട്ട്. ഒരു വ്യവസായിക്ക് പേരില്ലട്ടോ, പേര് പറയില്ല പുള്ളി. പയ്യനും പേരും അഡ്രസ്സൊന്നുമില്ല. അപ്പൊ എത്ര രൂപയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ലക്ഷം കോടിയാണ് പറഞ്ഞു. ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഞെട്ടി, മുഖ്യമന്ത്രി ഞെട്ടിയിട്ട് എന്താണ് കേരളത്തിൽ 3 ലക്ഷം കോടി മുടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വ്യവസായ സൗഹൃദം പുറത്ത് ഇത്രയുള്ള ഒരു സ്ഥലം ലോകത്ത് എങ്ങുമില്ല. ഒക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? ആന്തൂർ സാധനെ പോലുള്ളവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്? വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. അപ്പോ ഇത് കേട്ടപ്പോ ഞാൻ വീണ്ടും ഇയാളെ അന്വേഷിച്ചു വന്നു. അയാൾ അന്വേഷിച്ചു വന്നപ്പോ അയാള് നമ്മുടെ പയ്യൻ കിടന്നില്ലേ, അതിന്റെ 10 വാർഡിൽ. ഇവിടത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. എന്നെ തൊഴിൽ പോയില്ലേ? അങ്ങനെ ഇല്ലാത്ത കഥകള്, അങ്ങനെ ഓരോ ദിവസം തോറും ഓരോ തള്ളു. കായിക മന്ത്രിയുടെ പേരിൽ വേറൊരു തള്ളു. മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. അപ്പൊ ഞാൻ മേഴ്സിനോട് ചോദിച്ചു, ഹൈദരാബാദിൽ വന്ന് ഡൽഹിയിൽ വന്ന് ഞങ്ങൾ കേരളത്തിൽ വരാൻ എന്താണ്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ വേറൊന്നും വിചാരിക്കരുത്, കേരളീയരോട് ഒരു ദേഷ്യമില്ല. എനിക്ക് 8 ബാലൻഡർ പുരസ്കാരമുണ്ട്. 8 സ്വർണ്ണ പന്തുകളാണ്. അയ്യപ്പ സ്വാമിയുടെ സ്വർണം കെട്ട എന്റെ ബാലൻഡർ പുരസ്കാരം വെറുതെ വെക്കൊന്ന് ചേർന്ന് തോന്നുന്നുണ്ട. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അല്ല, ഇക്ക ഈ സൈസ് എടുക്കാത്താണല്ലോ. അറിയാൻ പാടില്ല, അയാള് ബുദ്ധിജീവിയൊക്കെ മാറ്റിച്ചിട്ട് ലോക്കലായി. അങ്ങനെയൊക്കെ ചെയ്യാൻ ചേട്ടാ മറ്റാരും LDF അല്ലാതെ. അത് വിട്, പുലുവാനാവും. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. ആ കടലിന്റെ ഉള്ളിലേക്ക് കൂടിയൊക്കെ പോയപ്പോ കുട്ടിക്ക് ഭയങ്കര ആശ്ചര്യം. നമ്മുടെ നാട് ഇങ്ങനെ മാറിയല്ലോ. എന്നാണ്. LDF വരും, എല്ലാം ശരിയാകും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.